Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. നവീകരണം നടക്കുന്ന തൃത്താല വെള്ളിയാങ്കല്ല് തടയണയുടെ പാർശ്വഭിത്തിയുടെ ഒരു ഭാഗം വീണ്ടും ഇടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയ്ക്ക് പിന്നാലെയാണ് പാർശ്വഭിത്തി തകർന്നു വീണത്. 33 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നിലവിൽ ഇവിടെ നടന്നുവരുന്നത്. തൃത്താല വെള്ളിയാങ്കല്ല് തടയണയുടെ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പാർശ്വഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലാണ് പാർശ്വഭിത്തിയുടെ ഒരു ഭാഗം തകർന്നു വീണത്. സംഭവത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും സുരക്ഷയെക്കുറിച്ച് നാട്ടുകാരിൽ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട്. 2018-19 വർഷങ്ങളിലെ പ്രളയ സമയത്താണ് തടയണയുടെ റെഗുലേറ്ററിന്റെ കോൺക്രീറ്റ് അടിത്തറയ്ക്കും പാർശ്വഭിത്തികൾക്കും കേടുപാടുകൾ സംഭവിച്ചത്. തുടർന്ന് ഏറെ നാളായി പ്രദേശവാസികൾ ഭീതിയിലായിരുന്നു. പാർശ്വഭിത്തിയുടെ ഒരു ഭാഗം മുഴുവനായും തകർന്നു വീഴുകയും ഉണ്ടായി. തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും 33 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുന്നത്. റിംഗ് ബണ്ട് നിർമ്മാണം, സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം, കോൺക്രീറ്റ് അടിത്തറ പുനരുദ്ധാരണം, അപ്സ്ട്രീം ഡൗൺസ്ട്രീം അടക്കമുള്ള പ്രവൃത്തികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് പാർശ്വഭിത്തിയുടെ അടിത്തറ ശക്തിപ്പെടുത്തിയുള്ള കോൺക്രീറ്റ് പ്രവൃത്തികളും പുരോഗമിച്ചു വരികയാണ്. ഈ ഘട്ടത്തിലാണ് നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ പാർശ്വഭിത്തി ഇടിഞ്ഞു വീണത്. മഴക്കാലത്തിന് മുമ്പേ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്ന് ഇവിടുത്തുകാരുടെ ഏറെക്കാലത്തെ ആവശ്യം കൂടിയാണ്. രാത്രിയും പകലുമായാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്.